Alhamdulillah. Nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يجمعكم ليوم الجمع ذلك يوم التغابن. ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار خالدين فيها أبدا. ذلك الفوز العظيم. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് അംഗീകരിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവനിഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മിൽ പലരുടെയും മക്കൾ ഒരുപാട് പ്രാർത്ഥനയിലും വലിയ പ്രതീക്ഷയിലും ഒരൽപ്പം പേടിയോടുകൂടിയുമാണ് വരാനുള്ള അവരുടെ റിസൾട്ടിന് ഒരു പക്ഷേ കാത്തിരിക്കുന്നത്. 10 വർഷമായി താൻ നടത്തിയ പഠനത്തിന്റെ വിലയിരുത്തൽ ഉണ്ടാകുമ്പോൾ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് തിരിക്കപ്പെടുന്ന ഏറ്റവും നിർണായകമായ ഒരു രംഗത്ത് ഞാനെങ്ങാനും പരാജയപ്പെട്ടു പോകുമോ, ഞാൻ പഠിച്ച് എഴുതി പ്രതിഫലിച്ചതിൽ
ശരിയല്ലാത്ത എന്തെങ്കിലും ഉണ്ടാകുമോ, പരിഗണിക്കുന്ന ആളുകൾ എന്റെ ചില വാചകങ്ങളെ പരിഗണിക്കാതെ പോകുമോ എന്ന ഒരു ആശങ്ക ഒരുപക്ഷെ അവരിലുണ്ടാകും. ചിലരെങ്കിലും പഠിക്കാൻ കിട്ടിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താത്തതിന്റെ പേരിൽ അന്നത് ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇത് കേവലമായ ഭൗതികലോക ജീവിതത്തിലെ താൽക്കാലിക ഉപകാരങ്ങൾക്ക് മനുഷ്യന് സഹായകമായി തീരുന്ന ഒരു ചെറിയ പരീക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ ചെറിയ മക്കളുടെ മനസ്സിലുള്ള ഒരു ബേജാറാണ്. നമ്മൾ ജീവിതം കൊണ്ടൊരു വലിയ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ പരീക്ഷയുടെ ഫലം വരുമെന്നത് ഉറപ്പിക്കപ്പെട്ട കാര്യമാണ്. ഈ പരീക്ഷയുടെ ജയപരാജയങ്ങളെ മനുഷ്യർ സന്തോഷത്തിന്റെയും പ്രയാസത്തിന്റെയും ജീവിതങ്ങൾ കൊണ്ട് അനുഭവിക്കേണ്ടി വരുമെന്നത് പകലും രാത്രിയും മാറി മാറി വരുന്നത് എത്രത്തോളം വലിയ സത്യമാണോ അതിനേക്കാൾ വലിയ സത്യമായി വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത്തരമൊരു ദിവസം പ്രിയപ്പെട്ടവരെ തീർച്ചയായും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ എഴുതിയ ജീവിതത്തിന്റെ പരീക്ഷയ്ക്ക് അല്ലാഹു വിധി നിശ്ചയിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന ഒരു ആത്മപരിശോധന യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അവിടെ നഷ്ടമാകുമോ നമ്മെ കാത്തിരിക്കുന്നത്? ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന, മനുഷ്യന്റെ മനസ്സിൽ കുറ്റബോധവും നഷ്ടബോധവും തോന്നുന്ന, മനുഷ്യർക്കെല്ലാം നഷ്ടം സംഭവിച്ചതിനെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ആ ദിവസത്തെ പഠിപ്പിച്ചത്. അന്ത്യനാളിന് അല്ലാഹു നൽകിയ ഒരുപാട് പേരുകളിൽ ഒരു പേരാണ് യൗമുത്തഗാബുൻ. വിശുദ്ധ ഖുർആനിലെ ഒരധ്യായത്തിന്റെ പേരാണ് അത്തഗാബുൻ. 64-ാമത്തെ സൂറത്തിലെ 9-ാമത്തെ വചനമാണ് അല്ലാഹു ഇങ്ങനെ നമ്മെ പഠിപ്പിച്ചത്: യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ ദാലിക യൗമുത്തഗാബുൻ. യൗമ യജ്മഉകും, അന്ന് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും, നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ലിയൗമിൽ ജംഇ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തിലേക്ക്. ദാലിക യൗമുത്തഗാബുൻ, അത് നഷ്ടം വെളിവാകുന്ന ദിവസമാണ്. ദുനിയാവിലെ 20 വർഷത്തെ ജീവിതം, ദുനിയാവിലെ 40, 50, 60, 90 വർഷം ജീവിച്ച മനുഷ്യന് ആ ജീവിതം നഷ്ടമാണോ ലാഭമാണോ എന്ന് ബോധ്യപ്പെടുന്ന, ജീവിതത്തിന്റെ നഷ്ടങ്ങളുടെ കണക്ക് മനുഷ്യൻ അറിയാൻ കഴിയുന്ന ദിവസം. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹാ, ആര് അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തോ, യുകഫിറു അൻഹു സയ്യിആതിഹി വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന പരിശുദ്ധ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യും. ഖാലിദീന ഫീഹാ അബദാ, അവരാ സ്വർഗത്തിലെ സ്ഥിരവാസികളാണ്. ദാലികൽ ഫൗസുൽ അളീം, അതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള വിജയം. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ നഷ്ടം വെളിവാകുന്ന ആ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ടതൊക്കെ ചെയ്യാത്തതിന്റെ പേരിൽ, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തതിന്റെ പേരിൽ നഷ്ടം സംഭവിക്കുന്ന ഒരുപാട് ആളുകളെ വിശ്വാസികളായി അവിശ്വാസികളായി, വിജയികളായി പരാജിതരായി, സ്വർഗാവകാശികളായി നരകത്തിന്റെ ആളുകളായി മാറ്റി നിർത്തപ്പെടുന്ന ഒരു ദിവസത്തിൽ, വ്യക്തമായി മനുഷ്യന് തന്റെ നഷ്ടം ബോധ്യപ്പെടുന്ന ഒരു ദിവസത്തിൽ, എനിക്ക് നഷ്ടം സംഭവിക്കരുത്, ഞാൻ അവിടെ പരാജയപ്പെടരുത്, ജീവിതത്തിന്റെ ഈ പരീക്ഷയുടെ റിസൾട്ട് അറിയുന്ന നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ തോറ്റുപോകരുത് എന്ന ഒരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അധ്വാനമാണ് അവിടേക്ക് വേണ്ടത്. ശരിയായ വിശ്വാസമുണ്ടാകണമെന്നും സൽപ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുമാണ് അല്ലാഹു ഇവിടെ പഠിപ്പിച്ചത്. ചെയ്തതാണ് പരലോകത്ത് കാണുക എന്നാണ് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇന്ന് നമ്മൾ പഠിച്ച പഠനത്തിന്റെ, എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് എന്ന പേരിൽ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന കടലാസു കഷ്ണത്തിലുണ്ട് അവരെന്താണ് അതിൽ എഴുതി പിടിപ്പിച്ചത്, അതിനെത്രയാണ് ഈ സമൂഹം കൊടുത്ത പരിഗണന എന്നതിന്റെ അടയാളം ആ പേപ്പർ കഷ്ണത്തിലുണ്ടെങ്കിൽ അതിനേക്കാൾ വ്യക്തമായൊരു രേഖ
മനുഷ്യന്റെ കൈകളിൽ ലഭിക്കപ്പെടുമെന്നും അതിലെല്ലാം ഉണ്ടാകുമെന്നും അതിലൊന്നും രേഖപ്പെടുത്താൻ അല്ലാഹു മറന്നുപോയിട്ടില്ല എന്നും വവജദൂ മാ അമിലൂ ഹാളിറാ, പ്രവർത്തിച്ചതിനെ തെളിഞ്ഞു കാണുന്ന, ബോധ്യപ്പെടുന്ന, വ്യക്തമായി പ്രവർത്തിച്ച കാര്യങ്ങൾ കാണുന്ന ഒരു രേഖ പരലോകത്ത് ലഭിക്കുമെന്നും കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രേഖ കയ്യിൽ കിട്ടുമ്പോൾ വവജദൂ മാ അമിലൂ ഹാളിറാ, പ്രവർത്തിച്ചതാണ് കാണുക, ചെയ്തതാണ് കാണുക. ചെയ്തതൊന്നും അവിടെ വിട്ടുപോവുകയില്ല. പറഞ്ഞ വാക്കുകൾ, ചെയ്ത പ്രവർത്തനങ്ങൾ, കേട്ട കേൾവികൾ ഒന്നും ആ രേഖയിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. എല്ലാം അവിടെ കാണും. പ്രവർത്തിച്ചതേ ഉണ്ടാവുകയുള്ളൂ. നമസ്കരിച്ച നമസ്കാരമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. നമസ്കരിക്കാത്ത ഒരു നമസ്കാരത്തിന്റെ എണ്ണം അധികമായി നന്മയിൽ അവിടെ രേഖപ്പെടുത്തുകയില്ല. ഒഴിവാക്കിയ നമസ്കാരങ്ങളുടെ എണ്ണങ്ങളിൽ എത്രണ്ണം ഒഴിവാക്കിയോ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന, അത് കൈകളിലേക്ക് ലഭിക്കുന്ന, വലതു കൈയിൽ ഏറ്റുവാങ്ങി കിതാബിയ, എന്റെ ഗ്രന്ഥമാണിത്, ദുനിയാവിലെ ജീവിതത്തിന്റെ രേഖയാണിത്, വായിച്ചു നോക്കൂ എന്ന് സന്തോഷത്താൽ പറയുന്നവരും, യാ ലൈതനി ലമ്മൂത്ത കിതാബിയ, നാശമേ നഷ്ടമേ എന്റെ ഗ്രന്ഥം കിട്ടാതിരുന്നെങ്കിൽ എന്ന് പറയപ്പെടുന്നവരും ഉണ്ടവിടെ. സൂറത്തുൽ ഹാഖയിൽ അങ്ങനെയാണ് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അവിടെ ഖേദിക്കേണ്ടി വരുമോ? അവിടെ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ദുഃഖിക്കേണ്ടി വരുമോ? ചെയ്യേണ്ടിയിരുന്നു, ഞാൻ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? ചിലരെങ്കിലും അങ്ങനെ പറഞ്ഞു പോകുമെന്നല്ലേ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ജഹന്നം, അന്ന് നരകം കൊണ്ടുവരപ്പെടുമെന്നാണ്. സൃഷ്ടിക്കപ്പെട്ട, ഇപ്പോഴേ തയ്യാറാക്കി വെച്ച ആ നരകം അത് കൊണ്ടുവരപ്പെടും. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ, അന്ന് മനുഷ്യൻ ഇതിനെക്കുറിച്ച് കോർത്തുപോകും, ചിന്തിച്ചു പോകും. അല്ലാഹ് ചോദിക്കുകയാണ്, വഅന്നാ ലഹു ദിക്റാ, ഇപ്പോഴെങ്ങനെയാണ് അവനത് ഓർമ്മയുണ്ടായത്? എങ്ങനെയാണ് ഇപ്പോൾ അത് ചിന്തിക്കാൻ കഴിഞ്ഞത്? യഖൂലു, അവൻ പറയും, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, ഞാൻ എന്റെ ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നത് എവിടെ നിന്നാ പ്രിയപ്പെട്ടവരെ? ശ്വാസം നിലക്കുന്നതിന്റെ 10 മിനിറ്റ് മുൻപാണ് ഈ ബോധമുണ്ടാകുന്നതെങ്കിൽ ആ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാമായിരുന്നു. അല്ല, മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ കർമ്മങ്ങളുടെ വിചാരണയിൽ താൻ പരാജിതനാണെന്നറിയുമ്പോ യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എന്റെ ഈ ജീവിതത്തിന് മുൻകൂട്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയേണ്ട ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ, ഒരു പേപ്പർ പോയി, ഒരു വിഷയത്തിൽ തോറ്റു, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. പരിഹാരമുണ്ട് പ്രിയപ്പെട്ടവരെ. അടുത്തൊരു മാസത്തിൽ, അടുത്തൊരാഴ്ചയിൽ ഒരു ദിവസം നിശ്ചയിക്കപ്പെട്ടാൽ അന്ന് അള്ളാഹു ആയുസ് തരുന്നെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും. പക്ഷേ തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു പരീക്ഷയിൽ, വീണ്ടും ഒന്ന് എഴുതി വിജയം നേടാൻ കഴിയാത്ത ജീവിതത്തിന്റെ പരീക്ഷയിൽ ചെയ്യാമായിരുന്നു എന്നത് കേവലം ചില വിലാപമായി, ഖേദപ്രകടനത്തിന്റെ വാക്കുകളായി അവിടെ അവസാനിച്ചു പോകും. അതുകൊണ്ട് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അവസരങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മുന്നിൽ കെട്ടുന്ന ചെറിയ നന്മകൾക്ക് പോലുമുള്ള അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ റോട്ടുമ്മക്ക് ഇറങ്ങുമ്പോ ഒരാളെ മുന്നിൽ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് പുഞ്ചിരിക്കുക. ആ പുഞ്ചിരി സ്വതക്കയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അത് പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നന്മയിൽ നിന്ന് ഒന്നും നിങ്ങൾ നിസ്സാരമാക്കരുത്. നന്മയിൽ നിന്ന് ഒന്നും നിങ്ങൾ നിസ്സാരമാക്കരുത്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വന്തം സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്താൽ ഒന്ന് കണ്ടുമുട്ടുന്നത് പോലും. അപ്പൊ പ്രിയപ്പെട്ടവർ, ആ ഒരു പുഞ്ചിരി അത് സ്വർഗത്തിന് വേണ്ടിയുള്ള പുഞ്ചിരിയാണ്. അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന്. വീട്ടിൽ നിന്നങ്ങനെ മുറ്റത്തേക്കിറങ്ങി, പുറത്തേക്കിറങ്ങി റോട്ടിൽ നടക്കുമ്പോൾ ആ റോട്ടിലൊരു കല്ലുണ്ട്, തന്റെ കാലുകൊണ്ടൊന്ന് തട്ടി അത് ആ റോഡിന്റെ ഒരു വശത്തേക്ക് അതിനെ തട്ടി മാറ്റുമ്പോൾ അവിടെ വിശ്വാസിക്കൊരു നീയത്തുണ്ട്. ഈമാനിന് 70-ലധികം ശാഖകളുണ്ടെന്നും അതിൽ അവസാനത്തേതായി വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണെന്നും പഠിപ്പിച്ച പ്രവാചകന്റെ സുന്നത്താണ് ഞാൻ ചെയ്യുന്നത്. അത് നാളെ പരലോകത്തെ രേഖയിലുണ്ടാകണം. ഒരു നന്മയും പ്രിയപ്പെട്ടവരെ, നന്മയ്ക്ക് കിട്ടുന്ന ഒരു അവസരവും നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വരുന്നു. നബിയെ,
എന്തെങ്കിലുമൊക്കെ ഒന്ന് തരണം. കഴിക്കാനൊന്നുമില്ല, ഒരുപാട് കാലമായി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എന്തെങ്കിലും തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാണ്, ആയിഷ എന്തെങ്കിലും ഉണ്ടാവോ നമ്മുടെ വീട്ടില്? എന്തെങ്കിലും ഉണ്ടാകുമോ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ? ഇല്ല നബിയെ, കുടിവെള്ളമല്ലാത്ത ഒന്നും നമ്മുടെ വീട്ടിൽ ബാക്കിയായി ഇല്ല, ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. എല്ലാ ഭാര്യമാരുടെ അടുത്തേക്കും ആളുകളെ പറഞ്ഞയച്ചു, എല്ലാവരോടും ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്താണ് നമ്മുടെ വീട്ടിലുള്ളത്? ഒന്നുമില്ല. ബോധ്യപ്പെട്ടപ്പോൾ, ഇനി തനിക്കത് ചെയ്യാൻ കഴിയില്ലെന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സദസ്സിനോട് ചോദിക്കുന്നു, ഈ വ്യക്തിയെ ആരാണ് അതിഥിയായി കൊണ്ടുപോവുക? ആരാണ് ഇദ്ദേഹത്തെ അതിഥിയായി ഏറ്റെടുക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അൻസ്വാരികളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു എന്നാണ് ഹദീസുകളിൽ കാണാം. അൻസ്വാരികളുടെ കൂട്ടത്തിൽ ഒരാൾ അങ്ങ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ കൊണ്ടുപോയിക്കോളാൻ. പ്രിയപ്പെട്ടവരെ, നാട്ടിലെ സമ്പന്നനായതുകൊണ്ടല്ല ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞത്, നാട്ടിലെ പണക്കാരനായതുകൊണ്ടല്ല, വിഭവസമൃദ്ധമായ സദ്യ വീട്ടിലുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നല്ല ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ മാർഗമുണ്ടാകും, നബിയെ ഞാൻ കൊണ്ടുപോകാം. വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് പറയുന്നു, അക്രിമി ലൈഫ റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയെ നീ ആദരിക്കുക. ഭാര്യയോടുള്ള വാക്കാണ്. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഈ അതിഥിയെ നമ്മൾ സൽക്കരിക്കണം. ഭാര്യയുടെ മറുപടി, എന്തിനാ കൊണ്ടുവന്നത് എന്നല്ല, എന്തിനാ കൊണ്ടുവന്നത്, എന്തിയെ വിളിച്ചന്വേഷിക്കായിരുന്നു എന്നല്ല, എന്തിനാണ് വെറുതെ ഏറ്റെടുത്തു പോന്നു എന്നല്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്താ മറുപടി? കൊടുക്കാനൊന്നും നമ്മുടെ അടുത്തില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഊത്തുസുബിയാനി, എന്റെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച ഭക്ഷണമല്ലാതെ ഒന്നും നമ്മുടെ അടുത്ത് ബാക്കിയില്ല. നമ്മൾ എന്തു ചെയ്യും? അവിടെയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന് കിട്ടിയ അവസരത്തെ അവർ ഉപയോഗപ്പെടുത്തിയത്. അവിടെയാണ് തീരുമാനമുണ്ടായത്, നീ മക്കളെ കിടത്തി ഉറക്കിക്കോ എന്നാണ്. മക്കളെ നീ ഉറക്ക്, എന്നിട്ട് ഭക്ഷണം നീ എടുത്തുവെച്ച് കഴിക്കാനൊരുങ്ങുമ്പോൾ നീ വിളക്കണച്ചേക്കണം. എന്താണോ ഭർത്താവ് പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം ആ മഹദി നിർവഹിക്കുകയാണ്. കുട്ടികളെ ഉറക്കിക്കിടത്തുന്നു, ഭക്ഷണം കൊടുക്കാതെ. പ്രിയപ്പെട്ടവരെ, തന്റെ പൊന്നോമന മക്കളെ താരാട്ടുപാടി ഉറക്കുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിൽ ഒരു തേട്ടമുണ്ട്. ഈ ത്യാഗം എന്തിനാണ്? നാളെ പരലോകത്ത് പരിശുദ്ധ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ അവിടേക്ക് പോകണം. അതായിരുന്നു ആ താരാട്ടുപാട്ടിന്റെ ലക്ഷ്യം, അതായിരുന്നു ഉറക്കാൻ ഒരുങ്ങുമ്പോൾ ആ മനസ്സിന്റെ തേട്ടം. എനിക്ക് കൂലി കിട്ടണം, എനിക്ക് സ്വർഗം കിട്ടണം, രേഖ കിട്ടുന്ന പരലോകത്ത് നന്മയിൽ ഇതുണ്ടാകണം, നന്മയുടെ തുലാസ് കനം തൂങ്ങണം. കുട്ടികളെ ഉറക്കുകയാണ് അവർ. എന്നിട്ട് ഭക്ഷണം എടുത്തു വെക്കുന്നു. 3 പേരും ഒരുമിച്ചിരിക്കുന്നു. വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ആ വിളക്കങ്ങ് അണക്കുന്നു. എന്നിട്ട് അതിഥി ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ആംഗ്യം കാണിക്കുകയാണ്. ആ വിളക്കണിച്ച ഇരുട്ടിലെ ആംഗ്യത്തിനൊരർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. നാളെ പരലോകത്ത് സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. ആ വിളക്കണച്ചു വെച്ച് ഇരുട്ടിൽ തന്റെ ശൂന്യമായ കൈകളെ വായിലേക്ക് ഉയർത്തുമ്പോൾ ആ ശൂന്യമായ കൈകളിൽ നിന്ന് വായിലേക്ക് പകരാൻ ഒരു തരി ഭക്ഷണം പോലും ആ കൈകളിൽ ബാക്കിയില്ല എന്നറിയുമ്പോഴും ആ ഇരുട്ടിലെ ആംഗ്യത്തിനൊരർത്ഥമുണ്ട്. രേഖ കൈയിൽ കിട്ടുന്നിടത്ത് സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം ഈ ആംഗ്യം. അപ്പോഴാണ് വിളക്കണച്ച് രാത്രിയിൽ ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരം പുലരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന്, പ്രഭാതത്തിൽ നേരത്തെ വന്ന് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിൽ അത്ഭുതം കൂറി അള്ളാഹു ചിരിച്ചിട്ടുണ്ട് എന്നാണ്. അവിടെ സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയാണ്. അവസരം കിട്ടിയപ്പോൾ ഏറ്റെടുത്തതാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ കൊണ്ടുപോയാൽ എനിക്ക് എന്ത് വിഭവവും ഒരുക്കിക്കൊടുക്കാം എന്ന അഹങ്കാരത്തിന്റെ ആ ഒരു പൊങ്ങച്ചത്തിന്റെ പ്രകടനത്തിന് വേണ്ടിയല്ല, ഇത് സ്വർഗത്തിനുള്ളൊരവസരം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീടുകൾ ഓരോന്നും തേടിയപ്പോൾ അവിടെ ഇല്ല എന്നറിഞ്ഞപ്പോ സദസ്സിന് തന്നൊരവസരത്തെ ഞാൻ ആദ്യം ഏറ്റെടുക്കണം. എന്തിന്? നാളെ പരലോകത്തെത്തുമ്പോ ഗ്രന്ഥം കിട്ടുമ്പോ ജീവിതത്തിന്റെ പരീക്ഷയുടെ ഫലമറിയുമ്പോ എനിക്ക് സ്വർഗം കിട്ടണം. അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറിയ അവസരങ്ങളെ പോലും മുന്നിൽ കിട്ടുമ്പോൾ അതിനെ മര്യാദക്ക് സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഒരു വലിയ അവസരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു വലിയ സന്ദർഭത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു റസൂലല്ലാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തക്മല സിയാമ ശഹരിൻ ഖത്തു ഇല്ലാ റമളാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലല്ലാതെ ഒരു മാസം പൂർണ്ണമായി നോമ്പെടുക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. വമാ റഅയ്തുഹു ഫീ ശഹരിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. റമളാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ നോമ്പെടുക്കുന്നത് കണ്ടത് ശഅബാൻ മാസത്തിലാണ്. ശഅബാനിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് വിശ്വാസികളുടെ കർമ്മങ്ങൾ അവൻ കടന്നു പോകുന്ന മാസങ്ങളോടും ദിവസങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ ശഅബാനിലേക്ക് എത്തിയതുപോലും നമ്മളിൽ എത്ര ആൾ അറിഞ്ഞിട്ടുണ്ടാകും? ഞാനൊരു പുണ്യമാസത്തിലാണല്ലോ, അല്ലെങ്കിൽ എന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ അവസരങ്ങൾ നന്മയ്ക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു മാസത്തിലാണല്ലോ ഞാൻ എന്ന ചിന്ത ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. റമദാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടത് ശഅബാനിലായിരുന്നു എന്നാണ്. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു നബിയോട്, എന്തേ നബിയെ ഇങ്ങനെ ഇത്രമാത്രം ശഅബാനിനെ താങ്കൾ പരിഗണിച്ചതിന്റെ കാരണം എന്താണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു ശഹറൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിൽ താങ്കൾ നോമ്പെടുക്കുന്നത് പോലെ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ശഅബാനിൽ താങ്കൾ നോമ്പെടുക്കുന്നത് പോലെ ഒരു മാസവും താങ്കൾ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തേ നബിയെ കാരണം? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. റജബിന്റെ റമദാന്റെ ഇടയിൽ ആൾക്കാരൊക്കെ അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണത്, അല്ലെ? റജബ് എന്നുള്ളത് പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ് റജബ്. അതുകൊണ്ട് ആ ഒരു ബോധം മനുഷ്യർക്കുണ്ടാകും. റമദാൻ അത് പുണ്യങ്ങളുടെ മാസമാണ് എന്നൊരു ചിന്ത ഒരുപക്ഷെ മനുഷ്യർക്കുണ്ടാവും. അതിന്റെ രണ്ടിന്റെ ഇടയിൽ ശഅബാനിൽ ആൾക്കാരെ മറന്നുപോകും. ജനങ്ങളധികം അശ്രദ്ധരാകുന്ന മാസം. അതുകൊണ്ട് ഞാൻ ശ്രദ്ധയുള്ളവനാകുന്നു. വഹുവ ശഹ്റുൻ, ആ മാസത്തിന്റെ പ്രത്യേകത തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. അതിലേക്ക്, ആ റബ്ബിന്റെ അടുത്തേക്ക് കർമ്മങ്ങൾ ഉയർന്നു പോകുന്ന, ഒരു വർഷം മനുഷ്യൻ ചെയ്ത അധ്വാനങ്ങൾ റബ്ബിന്റെ മുന്നിൽ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിമുൻ. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2 കാരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തലാണത്. അതുകൊണ്ട് റിസൾട്ട് വരും, ഈ ജീവിതത്തിന്റെ ഫലമറിയും. ഈ ജീവിതം കൊണ്ട് എന്തു നേടിയെന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തമായി അറിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്ന് റബ്ബിന്റെ മുന്നിൽ സംസാരിക്കുമ്പോ ഒരു തർജുമാന്റെ ആവശ്യമില്ലാതെ തർജുമ നടത്താൻ, പരിഭാഷ പറയാന് ഒരാളില്ലാത്ത വിധം സംസാരിച്ച് ബോധ്യപ്പെടാൻ മനുഷ്യന് സാധിക്കും അവിടെ എന്നാണ്. അതുകൊണ്ട് അവിടെ നരകത്തു നിന്ന് രക്ഷപ്പെടണം. ആ ഫലമറിയുമ്പോൾ നമ്മൾ സ്വർഗാവകാശിയാകണം. അവിടെ സന്തോഷിക്കാൻ കഴിയണം. അവിടെ ഗ്രന്ഥം 4 ആളുടെ മുന്നിൽ ഉയർത്തി കാണിച്ചിട്ട്, ഹാ ഉമുഖറഊ കിതാബിയ, ഇതാണ് എന്റെ ഗ്രന്ഥം, വായിച്ചോളൂ നിങ്ങൾ. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്കൊരു ഹിസാബ് വരാനുണ്ട് എന്ന ബോധത്താലാണ് ഞാൻ ജീവിച്ചത്. ജീവിതത്തിന്റെ കണക്ക് നോക്കും എന്ന ബോധത്താലാണ് ഞാൻ ജീവിച്ചത്. അതിന്റെ രേഖയാണിത്, വായിക്കാം നിങ്ങൾക്ക് എന്ന് സന്തോഷത്താൽ പറയുന്ന റബ്ബിന്റെ കോടതിയിൽ അങ്ങനെ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ജീവിതം കണക്ക് നോക്കുമ്പോ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിന്റെ നഷ്ടബോധമാകരുത് പരലോകത്തുണ്ടാകുന്നത്. ആ നിലക്ക് സ്വഹാബത്തൊക്കെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയതുപോലെ, അവർ മത്സരിച്ചതുപോലെ, നന്മക്ക് വേണ്ടി അവർ തിടുക്കം കാണിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ കിട്ടുന്ന അവസരങ്ങളെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കർമ്മങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ മാത്രമല്ല, ചെയ്യാൻ പാടില്ലാത്തത്, പ്രമാണങ്ങളിൽ ഇല്ലാത്തത് ചെയ്തതിന്റെ പേരിലും നാളെ പരലോകത്ത് മനുഷ്യർ നഷ്ടമനുഭവിക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ നഷ്ടം. ദുനിയാവിന്റെ സുഖങ്ങളൊക്കെ മറന്ന് പരലോക വിജയത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്ത്
അവിടെയും നഷ്ടം സംഭവിക്കുക എന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. അത്തരം ചില നഷ്ടങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ശഅബാൻ മാസത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പരിഗണിക്കുകയും ജനങ്ങളെല്ലാം അശ്രദ്ധരാകുന്നിടത്ത് ഞാൻ ശ്രദ്ധിക്കണമെന്നും എന്റെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായിരിക്കെ റബ്ബിലേക്ക് ഉയർത്തപ്പെടണമെന്നുമൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പെടും. അതിലേതെങ്കിലും ഒരു ദിവസത്തെ പ്രത്യേകമെടുത്ത് അതിന് ഇന്ന പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യം, അതല്ലെങ്കിൽ ആ ശഅബാനിന്റെ 15, ആ ഒരു 15 എന്നത് പുണ്യമാണെന്നും ആ 15-ൽ പ്രത്യേകം ചില കർമ്മങ്ങളുണ്ടെന്നും അവിടെ ചില അധികം റക്അത്തുകളുള്ള നമസ്കാരങ്ങളുണ്ടെന്നും അവിടെ ചില പ്രത്യേക ഭക്ഷണങ്ങൾ വിതരണം ചെയ്യണമെന്നും ഒന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ഇത്രയേറെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ ശ്രമിച്ചൊരു മാസത്തിൽ ആ പ്രവാചകൻ ഇന്നൊരു ദിവസം നിങ്ങൾ പ്രത്യേകം നോമ്പെടുക്കണമെന്നോ ശ്രദ്ധിക്കണമെന്നോ അതിന് പവിത്രതയുണ്ട് എന്നോ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിലെല്ലാ ദിവസങ്ങളും ഒരുപോലെയാണ്. അതിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാത്ത പ്രത്യേകതകൾ കൽപ്പിക്കുകയും പ്രവാചക മാതൃകയില്ലാത്ത പ്രത്യേക ആചാരങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയും ചെയ്താൽ അതും രേഖ പരിശോധിക്കുന്നിടത്ത് നഷ്ടമായിരിക്കും. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം വാങ്ങാൻ അടുത്തേക്ക് വരുന്നവരോട് തിരിച്ചു പോകാൻ പറയുന്നത് പോലും താൻ പഠിപ്പിക്കാത്തത് മതത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തവരോടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ നമ്മളോട് പറഞ്ഞോ അത് കൃത്യമായി വളരെ കണിശമായി നിർവഹിക്കുകയും സ്വർഗം കിട്ടാനുള്ള നന്മകൾക്ക് വേണ്ടി അധ്വാനിക്കാൻ കഴിയുന്ന നല്ല അവസരങ്ങളെ എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ഏറ്റവും ചുരുങ്ങിയത് ഒരു പുഞ്ചിരിയാണ് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ സ്വർഗത്തിന് വേണ്ടി പുഞ്ചിരിച്ചുകൊണ്ടും ആ സ്വർഗം വാങ്ങാൻ നമ്മൾ പരിശ്രമിക്കുകയും എന്നാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ബിദ്അത്തുകൾ കടന്നു വരാതിരിക്കാൻ വളരെ ജാഗ്രത പുലർത്തുകയും ചെയ്യണം. അള്ളാഹു അതിനെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകളിൽ മുന്നേറാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ജീവിതത്തിൽ വിജയിക്കാനും നാളെ പരലോകത്ത് പരിശുദ്ധ സ്വർഗത്തിന് അർഹരായി തീരാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായും ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറടത്തിന് അള്ളാഹു വിശാലത നൽകുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കേണ്ടി വന്നാലും മുത്തഖീങ്ങളായി ലോകത്ത് നിന്ന് കണ്ണടക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ മതത്തെ, സത്യത്തിന്റെ ഈ ആദർശത്തെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. മഹിതമായ ഈ ആദർശം പ്രോജ്വലിച്ചു നിൽക്കുന്നത് കൺകുളിർക്കെ കണ്ട് സന്തോഷിക്കാൻ, അതിനുവേണ്ടി അധ്വാനിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.